സന്തോഷിച്ചുകൂടാ. മാർപ്പാപ്പ ഈ അടുത്ത നാളിൽ അപ്പസ്തോലിക ലേഖനം എഴുതി. അതിനകത്ത് അദ്ദേഹം വിശുദ്ധിയുടെ 5 ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്നു. അതില് പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ട് പരിശുദ്ധ പിതാവ് പറയുന്നത് ആ ഹൃദയത്തിലെ ആഹ്ലാദവും നർമ്മബോധവും, തമാശ പറയാനുള്ള കഴിവ്. അത് വിശുദ്ധിയുടെ ലക്ഷണമാണ്. നിങ്ങളുടെ ഇവിടുത്തെ തമാശ പറയുന്നവരുണ്ടോ? പലരുടെയും വീടുകളിലൊക്കെ ചെന്ന ഈ തമാശ ഒന്നും കേൾക്കാനില്ല, കുറ്റം പറച്ചിൽ മാത്രമേ. അവിടെ രാവിലെ എഴുന്നേറ്റ് കട്ടൻ കാപ്പി കുടിക്കുന്നത് മുതൽ കുറ്റം പറഞ്ഞു. എന്നാ കട്ടൻ കാപ്പിക്ക് മധുരം ശരിയായില്ല, നീ ഇത്ര കാലമായിട്ട് കട്ടൻ കാപ്പി ഒന്നൊക്കെ പറയും. അവിടെ മുതൽ തുടങ്ങും. നെഗറ്റീവ് എനർജി തന്നെ കുടുംബങ്ങളിൽ ഇങ്ങനെ കൊടുത്തോണ്ട്. ഒരു സന്തോഷം ശരിക്കും ആസ്വദിക്കുന്ന എത്ര കുടുംബങ്ങൾ നമ്മുടെയൊക്കെ നമുക്കുണ്ട് എന്നുള്ളത് ചിന്തിക്കണം. ഞാൻ കുറച്ചുനാള് വിദേശത്ത് പഠിക്കാനും ഒക്കെ ആയിട്ട് പോയി. ഈ സായിപ്പന്മാരുടെ കുടുംബങ്ങളിലൊക്കെ പോകുന്ന രസമുള്ളൊരു കാര്യം, അവര് നല്ല ഭക്ഷണമൊക്കെ നമുക്ക് ഉണ്ടാക്കി തരും. പക്ഷെ അവർക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ട. അവർക്കൊരു അരമണിക്കൂർ ഉണ്ടാക്കാൻ നല്ല ഭക്ഷണം ഉണ്ടാക്കും. പക്ഷെ അവരത് കഴിക്കുന്നത് ഒരു 2 മണിക്കൂറൊക്കെ എടുത്താണ്. നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അവർ ഓരോന്നും ഉണ്ടാക്കി നമുക്ക് കൊണ്ട് തരും. അതെല്ലാം കൂടെ കഴിച്ച് നല്ല സന്തോഷമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് അതങ്ങോട്ട് കഴിക്കും. നമ്മുടെ ആൾക്കാർ പക്ഷെ ഭക്ഷണം ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കുന്നു? നിങ്ങൾ എത്ര സമയം എടുക്കും? അമ്മച്ചിമാരൊക്കെ ഒരു ഉച്ചയ്ക്ക് ചോറും 3 കൂട്ടമെങ്കിലും വേണ്ടേ കറി? അതും എല്ലാം കൂടെ ഒരു 5 എണ്ണത്തിന് ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കും നിങ്ങൾ? ഇവരാരും അടുക്കളയിൽ കയറി പരിചയമുള്ള പാർട്ടികളല്ലേ. ഉച്ച വരെ സമയം എടുക്കുമെന്നാണ് അവര് പറയുന്നത്. മിനിമം 2 മണിക്കൂറെങ്കിലും എടുക്കും. ഇനിയും അത് എത്ര സമയം കൊണ്ടാ തിന്നു തീർക്കുന്നത് നമുക്ക് ചേട്ടന്മാരോട് ചോദിക്കാം. എത്ര മിനിറ്റ് കൊണ്ടായിരിക്കും? ആരിപ്പോ എന്നാ സമയമൊന്നും കഴിച്ച് ഏമ്പക്കം വിട്ടു എന്നൊക്കെ പറഞ്ഞങ്ങ് പോകും. കെട്ടിയോള് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, 1-2 മണിക്കൂർ ഇതിന്റെ പുറകെ നടന്നിട്ട് ഉണ്ടാക്കിയതാ. നമ്മള് ടെൻഷൻ അടിച്ച് പരവേശം പിടിച്ച് ഇതെല്ലാം കൂടെ വലിച്ചു കയറ്റി, അങ്ങനെ തന്നെ ഈ അൾസറൊക്കെ പിടിക്കുന്നത്. പെട്ടെന്ന് ഇതെല്ലാം കൂടെ വലിച്ചു കയറ്റി ഏമ്പക്കവും വിട്ട് അങ്ങ് പരമാവധി അങ്ങ് പോയേക്കാം. സത്യത്തിൽ ജീവിതം ആസ്വദിക്കുന്നവര് നമ്മുടെ കൂട്ടത്തിൽ എത്ര പേര്? ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നവർ എത്ര പേര്? ഭക്ഷണം കഴിച്ചിട്ട് ഒരു നല്ല വാക്ക് പറയുന്നവർ എത്ര പേരുണ്ട്? നല്ല ഭക്ഷണമായിരുന്നു. ഞാൻ ഈ സായിപ്പും അദാമയ്ക്ക് നന്ദി പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. സായിപ്പിന്റെ സ്വന്തം ഭാര്യയ്ക്ക് എന്തിനാ എടി താങ്ക് യു കേട്ടോ, നല്ല ഭക്ഷണമായിരുന്നു. അയ്യോ ഇപ്പൊ ചേർത്തിമാരെ അത് ഏത് നാട്ടിലാ പിതാവേ? ഞങ്ങളും കൂടെ അങ്ങോട്ട് പോകും. ഞങ്ങളുടെ വീട്ടിൽ ഒരുത്തനുണ്ട്, ഉമ്മ തിന്ന് വയറും തറച്ച് എഴുന്നേറ്റ് പോകുന്നതല്ല. ഇന്നേ വരെ ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല അല്ലേ? ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞു, എന്റെ അച്ഛ ഇരിയാന്റെ കൂടെ ഉണ്ട് താമസം തുടങ്ങിയിട്ട് 25 വർഷമായി. ഉണ്ട് താമസം 25 വർഷമായി. ഇന്നേ വരെ അയാൾ എന്റെ ഭക്ഷണം കൊള്ളാമെന്ന് ഒരു വാക്ക് പറഞ്ഞിട്ട്. എന്നിട്ട് ഇന്നലെ എങ്ങാണ്ട് തട്ടുകടയെന്ന് കുറെ വളിച്ച പൊറോട്ടയും ചിക്കനും മേടിച്ചോണ്ട് വന്നിട്ട് എന്നോട് പറയാം, എടി നല്ല ടേസ്റ്റാ, കഴിച്ചോളാൻ. ഞാൻ അതെടുത്തിട്ട് കോഴിക്കിട്ട് കൊടുത്തു. ദേഷ്യം. അത് കഴിക്കണമെന്ന് വിളിക്കാർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നായിരിക്കും. പക്ഷെ എന്നാലും എന്റെ ഭക്ഷണം നല്ലതാന്ന് പറയാതെ തട്ടുകടയിലെ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റാന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞു.